ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ. സുരേഷ്, സീനിയർ റിപ്പോർട്ടർ, മംഗളം ദിനപത്രം, തിരുവനന്തപുരം. അവതരണം സുവർണ. ഡെപ്യൂട്ടി മേയർക്ക് നിയമസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കാൻ അവസരം ലഭിക്കുന്നുവെന്നതാണ് സഭയുടെ ഇന്നത്തെ നടപടികളിലെ പ്രത്യേകത. ബജറ്റ് അവതരിപ്പിച്ചതിനു ശേഷം അതിന്മേലുള്ള പൊതു ചർച്ച തുടങ്ങിവയ്ക്കുക ഡെപ്യൂട്ടി മേയറാണ്. അത്തരത്തിൽ വർഷത്തിൽ ഒരു തവണ നിയമസഭയെ അഭിസംബോധന ചെയ്യാനുള്ള അവസരം ഡെപ്യൂട്ടി മേയർ ഇന്ന് വിനിയോഗിച്ചു. ബജറ്റ് ചർച്ചയിൽ പ്രധാനമായും പ്രതിഫലിച്ചത് രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ തന്നെയായിരുന്നു. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ലെന്ന വിമർശനവും പലരും ഉന്നയിച്ചു. ബജറ്റ് എന്നത് വെറും വരവു ചെലവ് കണക്കുകളല്ല, അത് വിതരണത്തിലെ മുൻഗണനകളുടെ ഉപാധികളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡെപ്യൂട്ടി സ്പീക്കർ പ്രസംഗം തുടങ്ങിയത്. ഞെരുക്കാനുള്ള കേന്ദ്രത്തിന്റെ മുഴുവൻ ശ്രമങ്ങളെയും മറികടന്നുകൊണ്ട് എല്ലാവരെയും ചേർത്തു പിടിക്കാനാണ് ബജറ്റിലൂടെ ശ്രമിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ ഡെപ്യൂട്ടി സ്പീക്കർ ധനമന്ത്രിയെ ചില അംഗങ്ങൾ തടസ്സപ്പെടുത്തുന്നുവെന്ന പരാതിയും ഉന്നയിച്ചു. തനിക്ക് ആകെ ഒരു പ്രാവശ്യമാണ് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നതെന്നും അത് തടസ്സപ്പെടുത്തരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വയനാടെത്തിയ പ്രധാനമന്ത്രി ഒരു കുട്ടിക്ക് കൊടുത്ത മുത്തമല്ലാതെ അവിടുത്തെ ജനങ്ങൾക്ക് ഒന്നും നൽകാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനാധിപത്യമെന്നാൽ സഹിഷ്ണുതയാണെന്ന് ബജറ്റിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ച എം. രാജഗോപാൽ പറഞ്ഞു. യാഗം മുടക്കാൻ വന്ന അസുരന്മാരെ പോലെയാണ് പ്രതിപക്ഷം പലപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കിഫ്ബി എന്ന കുഞ്ഞിനെ കൊല്ലാൻ വന്ന കംസന്മാരായാണ് ഇന്ന് രാവിലെ പ്രതിപക്ഷത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയതെന്നും രാജഗോപാൽ പരിഹസിച്ചു. കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷമായ വിമർശനമാണ് രാജഗോപാൽ ഉന്നയിച്ചത്. കാൾക്കോട്ട് പാക്കേജിന് കൂടുതൽ തുക വകയിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബജറ്റിൽ വളർച്ചയ്ക്ക് ഏത് മേഖലയ്ക്കാണ് ഊന്നൽ നൽകിയിരിക്കുന്നതെന്ന് വ്യക്തമല്ലെന്ന് ബജറ്റിനെ എതിർത്ത മാത്യു കുഴൽനാടൻ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ വികസനത്തിന് അടിസ്ഥാനമായ സാമൂഹിക നീതിക്കും സാമൂഹിക നന്മയ്ക്കും ഒരു കേടും സംഭവിക്കാതെ വികസനം സാധ്യമാക്കുമെന്ന നയമാണ് ബജറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് വി. ശശി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടം കഴിഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ പ്രസംഗം തുടങ്ങിയ മന്ത്രിക്ക് ഒരു വൻകിട പദ്ധതി പ്രഖ്യാപിക്കാനോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനോ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു. സാമ്പത്തികമായി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് സാമൂഹിക പെൻഷനിൽ 100 രൂപ പോലും പ്രഖ്യാപിക്കാനായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനകൾ അതിജീവിച്ചുകൊണ്ട് പല സൂചകങ്ങളും നല്ല നിലയിലാക്കാനായെന്ന് ഡോക്ടർ എൻ. ജയരാജ് പറഞ്ഞു. തുടർന്ന് മോൻസ് ജോസഫ്, കെ. ഡി. പ്രസേനൻ, തോട്ടത്തിൽ രവീന്ദ്രൻ, യു. പ്രതിഭ, സജീവ് ജോസഫ്, പി. മമ്മിക്കുട്ടി, എം. എസ്. അരുൺകുമാർ, തോമസ് കെ. തോമസ്, പി. ഉബൈദുള്ള, ജി. എസ്. ജയലാൽ, റോജി എം. ജോൺ, ഐ. ബി. സതീഷ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചർച്ച നാളെയും തുടരും. കഴിഞ്ഞ മാസം 17-ന് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന് കൃതജ്ഞത അറിയിച്ചുകൊണ്ടുള്ള ഗവർണറുടെ സന്ദേശത്തോടെയാണ് ഇന്ന് നിയമസഭയിൽ ശൂന്യവേള ആരംഭിച്ചത്. തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി തേടി പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തു. കിഫ്ബിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് അടിയന്തര പ്രമേയമായി ഉന്നയിച്ചത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. കിഫ്ബിയെ തകർക്കാനുള്ള ശ്രമമാണ് തുടക്കം മുതൽ പ്രതിപക്ഷം നടത്തുന്നതെന്ന് നോട്ടീസിന് മറുപടി നൽകിയ മന്ത്രി കെ. എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. കിഫ്ബിയെ തകർക്കാൻ CAGക്ക് ഇന്ധനം പകർന്നത് പ്രതിപക്ഷമാണ്. അതിന്റെ ശ്വാസം മുട്ടലുണ്ട്. എന്നാലും കിഫ്ബി സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു. 1,00,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 35,000 കോടി രൂപയുടെ പദ്ധതികൾ നടക്കുന്നുണ്ട്. ഈ വർഷം കഴിയുമ്പോൾ 50,000 കോടി രൂപയുടെ പദ്ധതികളാകുമെന്നും മന്ത്രി പറഞ്ഞു. ഗിഫ്റ്റ് സിറ്റിക്ക് മാത്രം 840 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ട് പോകുന്നത് കേന്ദ്രമാണെന്നും മന്ത്രി പറഞ്ഞു. കിഫ്ബിക്ക് വരുമാനദായകമായ ചില മേഖലകൾ വേണ്ടിവരും. 100 200 വരുമാനദായകമായ പദ്ധതികൾ വേണ്ടിവരും. ടോളിന്റെയും മറ്റും കാര്യം പറഞ്ഞ് ഇവിടെ ആശങ്ക ഉണ്ടാക്കണ്ട. കിഫ്ബിയുടെയും മറ്റും പേരും പറഞ്ഞ് വലിയ വെട്ടിക്കുറവാണ് വരുത്തിയത്. അതിനാണ് സുപ്രീം കോടതിയിൽ പോയത്. പ്രതിപക്ഷം പറഞ്ഞതുപോലെയല്ല, കാര്യമുണ്ടെന്ന് കണ്ടാണ് അവർ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. അതിൽ നമുക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ വരുമെന്ന് ഭയന്ന് അതിനു മുൻപ് തോൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ മുൻകൂട്ടി നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കിഫ്ബിയെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ പദ്ധതിയെ ഇല്ലാതാക്കുകയാണെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജി എം. ജോൺ കുറ്റപ്പെടുത്തി. പദ്ധതി വിഹിതം ഉപയോഗിച്ച് ചെയ്യേണ്ട പണികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിഫ്ബിയുടെ മൊത്തം പദ്ധതികളിൽ 25% മാത്രമാണ് വരുമാനദായകമായിട്ടുള്ളത്. ഇപ്പോൾ ഇത് മുഴുവനും സംസ്ഥാനത്തെ ജനങ്ങളുടെ ബാധ്യതയായി വരികയാണ്. കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ട് വരുന്നത്. റോഡുകൾക്കും പാലത്തിനും ടോൾ ഉണ്ടാകില്ലെന്ന് നിയമം അവതരിപ്പിച്ചപ്പോൾ തോമസ് ഐസക് തന്നെ പറഞ്ഞിരുന്നു. ഒച്ചിഴയുന്ന വേഗതയിലാണ് പദ്ധതികൾ നടക്കുന്നതെന്നും റോജി പറഞ്ഞു. കേന്ദ്രം അംഗീകരിച്ചാലും ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി. എല്ലാ വർഷവും പണം തിരിച്ചടയ്ക്കണം. അത് സംസ്ഥാന ബജറ്റിന് മുകളിലാണ്. അത് ഭാരമായി. കിഫ്ബി വരുമാനം തിരിച്ചു തരുന്നില്ല.
കേന്ദ്രത്തിനെ പോലും പ്ലാൻ മാറ്റി പദ്ധതിക്ക് പുറകെ പോവുകയാണ്. മോട്ടോർ വാഹന നികുതിയും പെട്രോളിയം സെസ്സും വാങ്ങിയ ശേഷം വീണ്ടും ടോൾ വാങ്ങുമ്പോൾ 3 ഇരട്ടിയാണ് ഒരു പദ്ധതിക്ക് ജനങ്ങളിൽ നിന്ന് വാങ്ങുന്നത്. നാട്ടുകാരുടെ നികുതി പണമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കിഫ്ബിയുടെ കാര്യത്തിൽ ഗൗരവകരമായ പരിശോധന ആവശ്യമാണെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് വയ്ക്കാൻ ഡേറ്റാ ബാങ്കിൽ പെട്ടാലും, നെൽവയൽ തണ്ണീർത്തട പദ്ധതിയിൽ പെട്ടാലും ഗ്രാമപഞ്ചായത്തിൽ 10 സെന്റും നഗരത്തിൽ 5 സെന്റും സ്ഥലത്ത് യഥാക്രമം പഞ്ചായത്ത്, നഗരസഭ അനുമതി നൽകേണ്ടതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിച്ചു. ടി.ഐ. മധുസൂദനന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. അർഹതപ്പെട്ടവർക്ക് സമയബന്ധിതമായി അനുമതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വന്തമായി ഭൂമി ഉണ്ടായിട്ടും വീട് നിർമ്മിക്കുവാൻ അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാലതാമസവും തടസ്സവാദങ്ങളും സാധാരണക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ്. നെൽവയൽ തണ്ണീർത്തട നിയമം നിലവിൽ വന്ന 2008 ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നതും ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതുമായ നെൽവയലിന്റെ ഉടമസ്ഥനോ അയാളുടെ കുടുംബത്തിനോ വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലം സ്വന്തം ജില്ലയിൽ ഇല്ലാത്ത പക്ഷം ഗ്രാമപഞ്ചായത്തിൽ 10 സെന്റും നഗരപ്രദേശങ്ങളിൽ 5 സെന്റും നിലം വീട് വയ്ക്കാനും അനുമതി ലഭിക്കും. അർഹതപ്പെട്ടവർക്ക് സമയബന്ധിതമായി അനുമതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആശാ വർക്കർമാരുടെ ഓണറേറിയം 3 മാസം എന്നതിൽ നിന്ന് മാസം തോറും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആശാ വർക്കർമാർക്ക് 7,000 രൂപ പ്രതിമാസം ഓണറേറിയം നൽകുന്നത് കേരളം മാത്രമാണ്. കേന്ദ്ര വിഹിതം വർദ്ധിപ്പിച്ചിട്ട് വളരെ കാലമായി. അത് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ എന്തു ചെയ്യാൻ കഴിയുമെന്നത് പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. എൽദോസ് പി. കുന്നപ്പിള്ളിയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. കടൽ മണൽ ഖനനത്തിനെതിരെ യോജിച്ച് മുന്നോട്ടു പോകുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കടൽ മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെ യോജിച്ച് നീങ്ങണമെന്ന് തന്റെ ഉപക്ഷേപത്തിനിടയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. പൊതുവെ യോജിച്ചു നിൽക്കാൻ തയ്യാറാകണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശം സ്വാഗതാർഹമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അത് എങ്ങനെ വേണമെന്ന് ചർച്ച ചെയ്യാമെന്നും അദ്ദേഹം അറിയിച്ചു. ആഴക്കടൽ മത്സ്യബന്ധനം, ആഴക്കടൽ ഖനനം എന്നിവ ഇവിടെ കേന്ദ്രം അടിച്ചേൽപ്പിക്കുകയാണെന്ന് ഉപക്ഷേപത്തിന് മറുപടി നൽകിയ മന്ത്രി പി. രാജീവ് വ്യക്തമാക്കി. നമ്മുടെ എതിർപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇതേക്കുറിച്ച് ഇപ്പോൾ പഠനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പാരിസ്ഥിതിക സവിശേഷത കണക്കിലെടുക്കാതെയാണ് ഇത്. പ്രത്യേകിച്ച് കൊല്ലത്തിന്റെ സവിശേഷത മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കും. പാർലമെന്റിലും ഇതേ നിലപാട് തന്നെ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ആക്രമണത്തിൽ മരണപ്പെട്ട കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ CPO ശ്യാം പ്രസാദിന്റെ കുടുംബത്തിന് നിലവിലെ വ്യവസ്ഥ പ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഡോക്ടർ N. ജയരാജിന്റെ ഉപക്ഷേപത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനിടെയാണ് ശ്യാം പ്രസാദ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിന് എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം നഗരസഭയിലെ കോടികളുടെ തട്ടിപ്പിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കുമെന്ന് മന്ത്രി M.B. രാജേഷ് പ്രസ്താവിച്ചു. വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഏകദേശം 200 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ ഉപക്ഷേപത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഈ ഗുരുതരമായ ക്രമക്കേടിന്റെയും അഴിമതിയുടെയും കാര്യത്തിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ്. വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തും. ഭരണവകുപ്പും വിജിലൻസും നടത്തുന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ചട്ടങ്ങളോടൊപ്പം നാട്ടുകാരുടെ എതിർപ്പുമാണ് തെരുവു നായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിനുള്ള കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് തടസ്സമെന്ന് മന്ത്രി M.B. രാജേഷ് അറിയിച്ചു. ഇക്കാര്യത്തിൽ കേരളം കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ABC ചട്ടങ്ങളിൽ ഇളവ് കൊണ്ടുവരാൻ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്നും മന്ത്രി പറഞ്ഞു. അൻവർ സാദത്തിന്റെ ഉപക്ഷേപത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 15 ABC കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ABC കേന്ദ്രങ്ങളും ഷെൽട്ടറുകളും തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങളുടെ എതിർപ്പ് കാരണം നടക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സഭ പാസാക്കിയ ധനവിനിയോഗ ബില്ലിനെ മറികടന്നുകൊണ്ട് പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചത് നിയമസഭയോടുള്ള അവഹേളനമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ക്രമപ്രശ്നവുമായി രംഗത്ത് വന്നു. എന്നാൽ അതിൽ ഒരു ഭരണഘടനാ ലംഘനവുമില്ലെന്നും മുൻകാലങ്ങളിലും ഇത് ചെയ്തിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി സ്പീക്കർ A.N. ഷംസീർ അത് തള്ളുകയും ചെയ്തു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.